സെയിൽസ് മൊഡ്യൂളിൽ ക്രെഡിറ്റ് നോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് നോട്ട്സ് ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെയിൽസ് റിട്ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രെഡിറ്റ് നോട്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് നോട്ട്സ് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് നോട്ട് സെർച്ച് എന്ന് പറയുന്ന ഒരു പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിൽ നമുക്ക് കുറച്ച് മെനൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതുതായിട്ടൊരു ഒരു ന്യൂ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ പാർട്ടി നെയിം, അതുപോലെ തന്നെ റെഫറൻസ് നമ്പർ കാണാം, ഡേറ്റ്, ഏത് ഡേറ്റിലാണോ അത് ചെയ്തത് ആ ഡേറ്റ് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് ഇൻവോയ്സ് നമ്പർ, ഏത് സെയിൽസ് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണോ ആ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നെക്സ്റ്റ് ഐറ്റം ടോട്ടൽ, അതുപോലെ തന്നെ ടാക്സ് എമൗണ്ട്, അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് എമൗണ്ട്, യൂസ്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് വന്ന ഇൻവോയ്സിൻ്റെ എമൗണ്ട് അത് മറ്റൊരു ഇൻവോയ്സിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ് കസ്റ്റമറിന് എത്ര എമൗണ്ട് പേ ചെയ്യാനുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ഓരോ ക്രെഡിറ്റ് നോട്ടിൻ്റെയും സ്റ്റാറ്റസ് ഇവിടെ നമുക്ക് കാണാം. സ്റ്റാറ്റസ് ഓപ്പൺ എന്ന് പറയുന്നത് ഇപ്പോഴും ക്രെഡിറ്റ് നോട്ട് ഓപ്പൺ ആയി കിടക്കുന്നത്, അതായത് നമുക്ക് ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, അതായത് സെയിൽസ് റിട്ടേൺ വന്നതിന് ശേഷം പേയ്മെൻറ്റ് റീഫണ്ട് പോകാത്ത കേസുകളാണ് ഈ ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റാറ്റസ് കാണുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് സ്റ്റാറ്റസ് കാണാം. ക്ലോസ്ഡ് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണിന് ശേഷം റീഫണ്ട് എല്ലാം കഴിഞ്ഞ് അത് സെറ്റിൽഡ് ആയെന്നുള്ളതാണ് ഈ ക്ലോസ്ഡ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു വ്യൂ ഐക്കൺ കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് നമുക്ക് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെനു ഐക്കൺ യൂസ് ചെയ്ത് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് നോട്ട് വ്യൂ ആയിരിക്കും അപ്പോൾ ഓപ്പൺ ആവുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മോർ ഓപ്ഷൻസ് ആണ്. മോർ ഓപ്ഷൻസിൽ നമുക്ക് വ്യൂ ഐക്കൺ ഉണ്ട്. ഈ ഒരു വ്യൂ ഐക്കൺ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ക്രെഡിറ്റ് നോട്ടിൻ്റെ ഫോമാണ് ഓപ്പൺ ആകുന്നത്. നമുക്ക് ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫോമിലെ കാൽക്കുലേഷൻസ് എല്ലാം കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് നമ്മൾ PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പ്രിന്റ് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് ഇനി പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മോർ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തത് സ്റ്റാറ്റസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ടിൻ്റെയാണ്. ഇനി ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് നോട്ടിൻ്റെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മോർ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വരുന്നത് അപ്ലൈ ടു ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് ഒരു ഓപ്പൺ ക്രെഡിറ്റ് നോട്ട് ആയതുകൊണ്ട്, അതായത് നമ്മൾ കസ്റ്റമറിന് സെയിൽസ് റിട്ടേൺ വന്നതിന് ശേഷം പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അപ്ലൈ ടു ഇൻവോയ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് റീഫണ്ടിന് പകരം നമുക്ക് ആ ഒരു സെയിം കസ്റ്റമറിനെ പേയ്മെൻറ്റ് തരാനുള്ള മറ്റൊരു ഇൻവോയ്സിലേക്ക് ഈ ഒരു സെയിം ഫണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്ലൈ ടു ഇൻവോയ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് റീഫണ്ട് ചെയ്യാനാണ്. ഇനിയിപ്പോൾ അപ്ലൈ ടു ഇൻവോയ്സ് വേണ്ട, നമുക്ക് ഇനി റീഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റീഫണ്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ മോർ ഓപ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൽ വരുന്ന മെനൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ ഒരു സെർച്ച് ബാർ കാണാം. നമുക്ക് ഈ ഒരു സെർച്ച് ബാർ യൂസ് ചെയ്തിട്ട് കസ്റ്റമർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഡാറ്റ മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ നെയിം നമുക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഇവിടെ ഒരു ഫിൽട്ടർ ഓപ്ഷൻ കാണാം. ഫിൽട്ടർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ ആയിട്ട് മാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് റഫറൻസ് നമ്പർ ആഡ് ചെയ്യാം. റഫറൻസ് നമ്പർ ആഡ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ റഫറൻസ് നമ്പറിലുള്ള ക്രെഡിറ്റ് നോട്ടായിരിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാർട്ടി നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് വൈസ് നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓരോ സ്റ്റാറ്റസ് വൈസ് നമുക്കിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ക്രെഡിറ്റ് നോട്ട്സ് മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ആഡ് ന്യൂ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നൊരു മെനു ആണ്. നമുക്കൊരു പുതിയ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ന്യൂ ക്രെഡിറ്റ് നോട്ട് ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡാറ്റ കാര്യങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സൽ ഫോർമാറ്റിലേക്കോ മറ്റോ എക്സ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്ത ക്രെഡിറ്റ് നോട്ട് കാര്യങ്ങൾ നമ്മൾ റെഡ് കളറിലായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്.
ഇവിടെ കാണുന്ന ഈ ഒരു റെഡ് കളറിൽ ക്യാൻസൽഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസൽ ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും മെനു ഓപ്ഷൻസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് സെർച്ചിൽ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പുതിയൊരു ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ആഡ് ന്യൂ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ക്രെഡിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഫോം ആണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ സെയിൽസ് ഇൻവോയ്സ് ആൻഡ് സെയിൽസ് ഓർഡർ കാര്യങ്ങളൊക്കെ ചെയ്തതുപോലെ തന്നെ സെയിം ഫോർമാറ്റാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്കിവിടെ റെഫറൻസ് നമ്പർ കാണാം. റെഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക്കലി ഓരോ ക്രെഡിറ്റ് നോട്ടിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് നമുക്കിവിടെ ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് കറണ്ട് ഡേ ഡേറ്റ് ആയിരിക്കും. ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. നമുക്ക് കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കസ്റ്റമർ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവും. അതുപോലെ നമുക്ക് പുതുതായിട്ടൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഏതൊക്കെ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഇൻവോയ്സ് നമ്പറിൽ വരുന്നത്. നമുക്കപ്പോൾ നമ്മളുടെ റിക്വയർമെൻറ്റിൽ ഏത് ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് ആണ് നമുക്ക് ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തേണ്ടത്, ആ ക്രെഡിറ്റ് നോട്ട് ആ ഇൻവോയ്സിൻ്റെ നമ്പർ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ ലോഡ് ഓൾ ഐറ്റംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലോഡ് ഓൾ ഐറ്റംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻവോയ്സിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻവോയ്സ് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇൻവോയ്സിൽ ഇത്തരം പ്രോഡക്റ്റ്സ് ഇല്ല. ഇപ്പോൾ ഒരു 4 പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നമുക്ക് 2 പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ വരുന്ന ഈ ഡിലീറ്റ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റീസൺ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ ഡീഫോൾട്ടായിട്ട് റീസൺസ് വരുന്നുണ്ട്. നമ്മളുടെ ഏത് റീസൺ ആണോ സെയിൽസ് റിട്ടേണിൻ്റെ, അതായത് ആ റീസൺ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ഇൻവോയ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഡാറ്റാസ് എല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം ഈ സേവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് നോട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ ഓപ്പൺ ആവുന്നത് ക്രെഡിറ്റ് നോട്ടിൻ്റെ വ്യൂ ആയിരിക്കും. ഒരു ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആവുന്നത് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് വ്യൂ ആണ്. ഈ ഒരു ക്രെഡിറ്റ് നോട്ട് വ്യൂവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളുടെ ഓർഗനൈസേഷൻ അഡ്രസ്സ്, നെക്സ്റ്റ് നമ്മളുടെ കസ്റ്റമർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത പ്രോഡക്റ്റ്, ഏതൊക്കെ പ്രോഡക്റ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്തതനുസരിച്ച് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ റേറ്റ്, അതിൻ്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു വ്യൂവിൽ എന്തൊക്കെ മെനൂസ് ആണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ ന്യൂ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ന്യൂ ക്രെഡിറ്റ് നോട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് പുതിയൊരു ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ ന്യൂ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് നോട്ട് ഫോമിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മളുടെ ഫിൽറ്റർ ഓപ്ഷനാണ്. ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു കസ്റ്റമറിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് നോട്ട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽസ് ആണ് ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണിത്. അതിൽ ഈ ഒരു കസ്റ്റമറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പൺ സ്റ്റാറ്റസ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയി കിടക്കുന്നത്, അങ്ങനെ എല്ലാ ക്രെഡിറ്റ് നോട്ടിൻ്റെയും സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് മെനു എന്ന് പറയുന്നത് ഹിസ്റ്ററി ഐക്കണാണ്. ഹിസ്റ്ററി മെനു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ക്രെഡിറ്റ് നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹിസ്റ്ററി ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് കമൻറ്റ്സ് ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡേറ്റ് ആൻഡ് നമ്മളുടെ ക്രെഡിറ്റ് നോട്ട് എന്നാണ് ക്രിയേറ്റ് ചെയ്തത്, അത് ആരാണ്, ഏത് യൂസറാണ് അത് ക്രിയേറ്റ് ചെയ്തത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങൾ നമുക്ക് അവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ റീഫണ്ട്, ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് റീഫണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ റീഫണ്ട് നമ്പർ, എമൗണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻവോയ്സ് അപ്ലൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ സെയിൽസ് റിട്ടേണിന് ശേഷം ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റീഫണ്ട് ചെയ്യണം. റീഫണ്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അത് ആ ഒരു കസ്റ്റമറുടെ മറ്റൊരു ഇൻവോയ്സിലേക്ക്, പേയ്മെൻറ്റ് കിട്ടാത്ത മറ്റൊരു ഇൻവോയ്സിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്ലൈ ഇൻവോയ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ.
അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സ് അപ്ലൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ നമുക്കിവിടെ ഹിസ്റ്ററി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റ്, അത് ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ എമൗണ്ട് എത്രയാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വ്യൂ ജേണൽ എന്ന് പറയുന്നൊരു ഐക്കണാണ്. വ്യൂ ജേണൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐക്കണാണിത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് സൂം ഇൻ ചെയ്യാനും അതുപോലെ തന്നെ സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ നമ്മളുടെ ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഫോം നമുക്ക് പേപ്പർ സൈസ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു 3 ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഫോമിലേക്കായിരിക്കും പോകുന്നത്. അതിൽ നമുക്ക് വേണ്ട ചേഞ്ചസ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാനും നെക്സ്റ്റ് നമ്മളുടെ ഈ ക്രെഡിറ്റ് നോട്ട് വ്യൂവിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. നെക്സ്റ്റ് പ്രിന്റ് ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ടിൻ്റെ ഫോം നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് നമുക്ക് മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ കസ്റ്റമർക്ക് ഇമെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷനാണ് അപ്ലൈ ഇൻവോയ്സ്. അപ്ലൈ ഇൻവോയ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു സെയിൽസ് റിട്ടേൺ കഴിഞ്ഞാൽ അത് റീഫണ്ട് ചെയ്യുന്നതിന് പകരം ആ സെയിം കസ്റ്റമറിന് തന്നെ മറ്റൊരു പെൻഡിങ് സെയിൽസ് ഇൻവോയ്സിലേക്ക് ആ ഒരു ഫണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് അപ്ലൈ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അപ്ലൈ ഇൻവോയ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. അപ്ലൈ ഇൻവോയ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെൻഡിങ് ഇൻവോയ്സ് ലുക്കപ്പ് എന്നുള്ള ഒരു ടാബാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് കാണാം ഈ ഒരു ടോട്ടൽ ക്രെഡിറ്റ്, ഈ ഒരു സെയിൽസ് റിട്ടേണിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത്. അതായത് ഈ ഒരു 10,500 എന്നുള്ള എമൗണ്ട് ആണ് നമ്മൾ ശരിക്കും കസ്റ്റമറിന് റീഫണ്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറിൻ്റെ പെൻഡിങ് ഇൻവോയ്സ് ബാലൻസ് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. 2 ഇൻവോയ്സ് നമുക്കിവിടെ കാണാം. 2 ഇൻവോയ്സിനും 2 എമൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ യൂസറുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് ഇൻവോയ്സിലേക്ക് വേണമെങ്കിലും ഈ ഒരു ഇത്ര എമൗണ്ട് നമുക്ക് ഇൻവോയ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ഇൻവോയ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ മോർ ഓപ്ഷൻസ് ആണ്. മോർ ഓപ്ഷൻസിൽ നമുക്ക് റീഫണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇനി അപ്ലൈ ഇൻവോയ്സ് വേണ്ട, റീഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ക്രെഡിറ്റ് നോട്ട് എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻസൽ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ക്യാൻസൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാൻസൽ ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് റീസൺ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻവോയ്സ് ക്യാൻസൽ ആവും. റൈറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് ഓപ്ഷൻ കാണാം. ഈ ഒരു എക്സിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് വ്യൂവിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ക്രെഡിറ്റ് നോട്ട് സെർച്ചിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് ഫോമിൽ വരുന്നത്. താങ്ക് യു.